കോൺഗ്രസ് എം ഹസൻ ചേരുന്നുണ്ട്. ശ്രീ ഹസൻ, താങ്കൾ എങ്ങനെയാണ് തെന്നലെ ഓർക്കുന്നത്? ഇപ്പൊ നേരത്തെ സാജി പറയുകയായിരുന്നു ഒരു തെന്നല വഴി, രാഷ്ട്രത്തിലെ ഒരു തെന്നല വഴി എന്ന് തന്നെയുണ്ട്. അപ്പം ആ വഴി എന്തായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നേതാവിന്റെ വിയോഗത്തിൽ? KPCC പ്രസിഡന്റായിരുന്ന തെന്നല സാറിന്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടവും വളരെ വലിയ ദുഃഖവുമാണ് ഞങ്ങളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം KPCC പ്രസിഡന്റായി വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമാണ്. വളരെ ശാന്തനും സൗമ്യനുമാണെങ്കിൽ അടിയുറച്ച അഭിപ്രായങ്ങളിൽ അദ്ദേഹത്തിന് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി. അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ നന്മകളും അദ്ദേഹത്തിൽ പ്രതിഫലിച്ചു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയത് എപ്പോഴും കോൺഗ്രസ് ചരിത്രത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഓർമ്മിക്കുന്ന ഒന്നാണ്. പാർട്ടി അധികാരത്തിൽ വരികയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് AICC തെന്നല സാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരു പുതിയ പ്രസിഡന്റിന്റെ പേര് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഒരു പരിഭവമില്ലാതെ, ഒരു വൈഷമ്യവുമില്ലാതെ KPCC പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് പണിയിറങ്ങിയ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. കൊല്ലം DCC ട്രഷറർ സ്ഥാനത്ത് നിന്ന് തുടങ്ങിയതാണ് നേതൃരംഗത്തുള്ള അദ്ദേഹത്തിന്റെ യാത്ര. പിന്നീട് കൊല്ലം DC പ്രസിഡന്റായി, KPCC ജനറൽ സെക്രട്ടറിയായി, KPCC പ്രസിഡന്റായി, നിയമസഭാ അംഗവും അതുപോലെ തന്നെ രാജ്യസഭാംഗവുമായി. ഈ സ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിനുള്ള മുഴുവൻ ആളുകളെയും യോജിപ്പിച്ച ഐക്യത്തോടുകൂടി അവർക്ക് നേതൃത്വം നൽകിയ ഒരു നേതാവാണ്. അടിയുറച്ച ജനാധിപത്യ വിശ്വാസി, അതോടൊപ്പം തന്നെ മതേതര വിശ്വാസിയുമായ തെന്നല സാർ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ വലിയ സംഭാവന നൽകിയയാളാണ്. അദ്ദേഹത്തിന്റെ നിര്യാണം കോൺഗ്രസ് തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാരണവന്മാരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള തെന്നല സാറിന്റെ വിയോഗം പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ പാർട്ടിക്ക് ഇന്ന് രാഷ്ട്രീയത്തിന് ഒരു വലിയ ഘട്ടമാണ്.